ഗുഡ് ആഫ്റ്റർനൂൺ. പാതിരാത്രി 12 മണിയായി. ഇപ്പൊ ഇവിടെ സമയം ഒരു 11:30-12 മണിയായി. നമ്മള് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇപ്പോഴേ സമയമുള്ളൂ ചെയ്യാൻ. ഇതാണ് നമ്മുടെ ടൈം. കാരണം രാവിലെ നമുക്ക് ഒട്ടും ടൈമില്ല. വൈകുന്നേരമാണ് നമുക്ക് ഫ്രീ ആവുന്നപ്പോ നമ്മൾ വിചാരിച്ചു നൈസായിട്ട് വൈകുന്നേരം അടുത്തൊരു റിയാക്ഷൻ വീഡിയോ നമ്മൾ പറഞ്ഞ് കുളമാക്കുന്നില്ല. നമ്മുടെ ഇതിലേക്ക് കടക്കാം. ഞങ്ങൾ ഇന്ന് എടുത്ത വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. ദേവദൂതൻ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പടത്തെ പറ്റിയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. എനിക്കൊക്കെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് ഏത് മൂവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പടമാണ് ദേവദൂതൻ. എനിക്ക് ദേവദൂതൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ദേവദൂതൻ റിലീസ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് എനിക്ക് ഒത്തിരി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതല്ല. അന്നാണ് VCR VCD ആണല്ലോ നമ്മുടെ അതെ, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ല ഇറങ്ങിയത്. CD വന്നിട്ടില്ലല്ലോ VCR-ലാണ്. അപ്പൊ അന്ന് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഹൊറർ ഫിലിം എന്നുള്ള രീതിയിൽ സാധാരണ പ്രേതങ്ങൾ വെള്ളസാരി ഉടുത്ത് നടക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നല്ല ലോജിക്കുള്ള നല്ല രീതിക്കായിട്ട് എഴുതിയത് നല്ല രീതിയിലുള്ള ഒരു കഥയായിട്ട് പോയ ഒരു ഫിലിമാണ്. മോഹൻലാൽ അതിനുവേണ്ടി കുറെ വണ്ണം കുറച്ചു. എനിക്ക് തോന്നുന്നത് കുറെ നല്ല പാട്ടുകളുള്ള ഒരു പടമാണ്. മിക്ക പാട്ടും സൂപ്പറാണ്. അതെ, പൂവേ പൂവേ പാലപ്പൂവേ, പിന്നെ അലീന എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അലീനൊക്കെ ഇപ്പോഴും ഹിറ്റാണ്. അതാണ് അലീന എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ അതിന്റെ അകത്ത് മറ്റേ മോഹൻലാല് ലാസ്റ്റ് ടൈമിൽ മാറുമ്പം മറ്റേ ഓർക്കസ്ട്ര വെച്ച് വരുന്ന ദേന്തരോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അതിന്റെയൊക്കെ മ്യൂസിക് ഇപ്പോഴും കാതി കേൾക്കുമ്പോൾ വിദ്യാസാഗർ ലെജൻഡ് എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. നമ്മളിപ്പം ട്രെയിലറാണ് കാണാൻ പോകുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രെയിലർ നിങ്ങളെ പോലെ തന്നെ വാച്ച് ചെയ്യാൻ പോവാണ്. ശാല നേരത്തെ കണ്ടു, ഞാൻ ഇപ്പോഴാണ് ട്രെയിലർ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ കണ്ടു, ഉച്ചയ്ക്ക് ഇരുന്ന് കണ്ടു. നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കാണാം. ഇതെന്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവനേക്കാൾ വലിയൊരാൾ. ഭയങ്കര രസമാണ് അവര് ദേവദൂതനിൽ കാണാൻ. ജയപ്രദ എന്നാണ് അവരുടെ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ ഇതായി. ഇത് 40s-ലായിരുന്നു തോന്നുന്നു ഇവര്. പിന്നെ മോഹൻലാലിലൂടെ ഇപ്പൊ ഒരു പടം അഭിനയിച്ചായിരുന്നല്ലോ ഇവര് രണ്ടും കൂടെ. അതെ, ഈ ഇടയ്ക്ക് ഒരു പടം അറിയില്ല, പേര് ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ രണ്ടുപേരും നല്ല പ്രായമുള്ള വയസ്സ് എന്ന ഓർമ്മയുണ്ട്. സിനിമ എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു പടം. എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ ആഗ്രഹിച്ചു, ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് പറയാം. ശവദർശനാണ് അതിനെ ഞങ്ങൾ വിളിച്ചത്. അത് വായിക്കാൻ വടക്കുന്ന ഒരാൾ വന്നു. അഭിനയിച്ച മഹേശ്വറായിട്ട് അഭിനയിച്ചത് ആരായിരുന്നു ആ നടന്റെ പേര്? വിനീത്. പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോസിൽ ഒന്നായിരുന്നു. കൺമഷി എന്നൊക്കെ പടത്തില് വിനീത് അഭിനയിച്ചിട്ടുണ്ട്. വിനീതിന്റെ കണ്ണ് ഭയങ്കര നല്ലതാണ്. ഗ്രേസ് ആണ് ഭയങ്കര. 2-3 സിറ്റുവേഷൻസിലെ പുള്ളി വരുന്നുള്ളൂ അല്ലേ. കുറച്ച് പഴയ സ്റ്റോറിയിലൊക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ മാറാത്തൊരു മുഖമായിട്ട് പരസ്പരം സ്നേഹിച്ചു. ഒരുതരം ഡീപ് പാഷൻ. ഇന്നും ആ സപ്തസ്വരമണികളും തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് സ്തേവാച്ചന് നന്നായിട്ടറിയാം. അദ്ദേഹം കാണാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. അതൊരു ദൈവസാന്നിധ്യമാണ്. ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ആരോടോ എന്തോ പറയാനുണ്ട്. Somebody wants to say something to someone. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് എന്തുവാന്നൊന്നും ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ല.
പക്ഷെ സിബി മലയിൽ ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫിലിം പൊട്ടിയ സമയത്ത്, അതായത് ഈ ഫിലിം തിയേറ്ററിൽ പോയിട്ട് ഡിപ്രഷൻ ആയിരുന്നു, പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ സിനിമയുടെ സ്റ്റോറി ആസ് വെൽ ആസ് ദ സിനിമ അവർ ചെയ്തേക്കുന്ന രീതിയിലുള്ള എല്ലാം വെച്ചിട്ട് അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ആ സമയത്ത് കുറെ പന്നപ്പടങ്ങൾ ഇറങ്ങിയിട്ട് ബമ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഈ പടം മാത്രം എന്തുകൊണ്ട് വിജയിച്ചില്ല? തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും വരേണ്ടതാണ്. ആ സോങ്ങും ബീജം ബാക്ക്ഗ്രൗണ്ട്, ആ മറ്റേ ഒരു പ്രാവ് എപ്പോഴും പറഞ്ഞ ആ ഒരു ഇതും പടപടം അടിക്കുന്ന അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് തിയേറ്ററിൽ ഹിറ്റ് ആയില്ലെന്ന് മാത്രം എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ആ സിബി മലയിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു ഈ പടം പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ സിനിമയൊന്നും ചെയ്യാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ട് കുറെ നാളിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ റിക്കവർ ചെയ്ത് വന്നതാണ് ആ പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ ഈ ട്രെയിലർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, ഇങ്ങനെ കണ്ടിരിക്കാം. പെട്ടെന്നുണ്ടല്ലോ സത്യം പറഞ്ഞ ഈ മൂവിയുടെ ഈ ട്രെയിലർ കാണുമ്പോൾ നേരെ നമ്മൾ ചൈൽഡ്ഹുഡിലോട്ട് പോകും. നേരെ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ എന്തരോന്ന് പറഞ്ഞ പാട്ടായിരുന്നു വെൽക്കം ഡാൻസിന് എപ്പോഴും സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പൂവേ പൂവേ ഗാനമേളക്കൊക്കെ ആ പാട്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള പാട്ട് എന്റെ സ്കൂളിൽ ഞാൻ പാടിയിട്ടുണ്ട് ഗാനമേളക്ക്. പൂവേ പുതിയൊരു പൂമ്പാട്ടിൽ പൂവടി ചൂടങ്ങ കൊളവാക്കും, ആ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് സ്കൂളിൽ ഒരു ഗാനമേളക്ക് പാട്ടുണ്ട്. എന്റെ സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം, അവരെല്ലാം കേട്ടായിരുന്നു. അത് സംഭവം അതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഞാനങ്ങ് എത്തി കേട്ടോ പുറകില്. എന്തായാലും ഈ മൂവി UK റിലീസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കാരണം അന്ന് നമുക്ക് പറ്റിയില്ല. എന്തായാലും ഇനി അത് തിയേറ്ററിൽ റിലീസ് ആവുകയാണെങ്കിൽ UK റിലീസ് ആവുകയാണെങ്കിൽ കാരണം ഉണ്ടാവും. കാരണം കുറെ തമിഴ് പടങ്ങൾ ഇപ്പൊ അവസാനം ഇപ്പൊ വിജയുടെ ഒക്കെ കുറെ തമിഴ് മൂവീസ് ഒക്കെ ഇപ്പൊ ഗില്ലിയൊക്കെ ഇവിടെ റിലീസ് ചെയ്തായിരുന്നു, ഇപ്പൊ ഇവിടെ റിലീസ് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ കാണാൻ പറ്റിയില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കുറെ കാണാൻ പോയിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇത് മൂവി എന്തായാലും ഇത് റിലീസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ കണ്ടിരിക്കും. പിന്നെ ആകെ എന്റർടൈൻമെന്റ് ഇവിടെ മൂവി കാണാൻ പോവാ, വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇവിടെ അധികമായിട്ടൊന്നും ഇല്ല. പിന്നെ എല്ലാം കൂടുതലും റൂം ലൈഫാണ് എല്ലാവരും, നിങ്ങൾക്കറിയാലോ UK ലൈഫ് എന്ന് പറഞ്ഞാൽ കൂടുതലും റൂമിൽ തന്നെ ആയിരിക്കും. പിന്നെ കുറച്ചൊക്കെ പുറത്തൊക്കെ ഒന്ന് പോകും. അപ്പം ആകെ ഒരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ്. അപ്പം എന്തായാലും ഈ മൂവി ഇവിടെ റിലീസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കാണുന്നതായിരിക്കും. റിവ്യൂ പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് തിയേറ്ററിൽ ആ സൗണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും പോയി കാണാം. കാരണം പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പടങ്ങളിൽ ഏറ്റവും ക്ലോസ് ടു മൈ ഹേർട്ടായിട്ട് നിൽക്കുന്ന ഒരു പടമാണ് ദേവദൂതൻ. അപ്പം എന്തായാലും പോയി കാണാം. അപ്പം എന്തായാലും സിബി മലയാളിന് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡിപ്രഷന്റെ അല്ലേ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇഷ്ടംപോലെ അന്നത്തെ ആ ഒരു ഫിലിം കഴിഞ്ഞിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് അയാൾ പറഞ്ഞേ ഉള്ളൂ, സ്റ്റേജ് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ. അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും പീസ്.